മാർച്ച് 28, 2025 സഗായിങ് സിറ്റി, മ്യാൻമാർ. എന്നത്തെയും പോലെ അന്നും സഗായിങ് അതിന്റെ പതിവ് താളത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഏതാനും നിമിഷങ്ങൾ കൊണ്ടാണ് ആ താളം തെറ്റിയത്. ഏകദേശം 3000 ആളുകളുടെ ജീവനെടുത്ത ഒരു എർത്ത് ക്വേക്ക്. ഇത്രയും പവർഫുൾ ആയ ഒരു എർത്ത് ക്വേക്ക് മ്യാൻമാറിൽ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. 4 ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ മുകളിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന മ്യാൻമാർ വേൾഡിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ജിയോളജിക്കലി ആക്റ്റീവ് ഏരിയാസ് ആണ്. അപ്പോൾ ഈ പ്ലേറ്റ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടി ഭൂമിക്കടിയിലെ കല്ലുകളുടെ ഇടയിൽ ക്രാക്സ് ഉണ്ടാവുകയും അതിനെ ഫോൾട്ട്സ് എന്ന് വിളിക്കുകയും ചെയ്യും. മ്യാൻമാറിന്റെ നോർത്തും സൗത്തിനും കുറുകെ പോകുന്ന 1200 കിലോമീറ്റർ നീളമുള്ള ഒരു മേജർ ഫോൾട്ടാണ് സഗായിങ് ഫോൾട്ട്. സഗായിങ് ഫോൾട്ടിന്റെ ഒരു വശത്ത് ഇന്ത്യൻ പ്ലേറ്റും മറുവശത്ത് യുറേഷ്യൻ പ്ലേറ്റുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്ലേറ്റ്സ് തമ്മിൽ കൂട്ടിമുട്ടി സ്റ്റക്കായപ്പോൾ ബിൽഡായ ഫ്രിക്ഷൻ പെട്ടെന്ന് പുറത്തേക്ക് വന്നപ്പോഴാണ് ഈ എർത്ത് ക്വേക്ക് സംഭവിച്ചത്. 7.7 മാഗ്നിറ്റ്യൂഡ് രേഖപ്പെടുത്തിയ ഈ എർത്ത് ക്വേക്ക് ഹിരോഷിമയിൽ പണ്ട് വീണ അറ്റോമിക് ബോംബിനേക്കാളും എനർജി പ്രൊഡ്യൂസ് ചെയ്തു എന്നാണ് US ജിയോളജിക്കൽ സർവേ പറഞ്ഞത്. മ്യാൻമാറിന് ഇനിയൊരു അതിജീവനത്തിന്റെ കാലമാണ്. എ ജേർണി ഓഫ് റീബിൽഡിംഗ്, റിമെമ്പറൻസ് ആൻഡ് റെസിലിയൻസ്. ആ പഴയ താളം മ്യാൻമാറിന് വീണ്ടെടുക്കാൻ സാധിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.